ഈ ഒരു സിനിമ ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. കാരണം ഒരു പർട്ടിക്കുലർ പാർട്ടി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കേരളത്തിലെ മനുഷ്യരെ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കേരളത്തിലെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനും മതഭിന്നത ഉണ്ടാക്കാനായിട്ടും ഒരു പർട്ടിക്കുലർ പാർട്ടി ഉപയോഗിച്ച ഒരു അല്ലെങ്കിൽ എടുത്തു വെച്ചൊരു അപരാധം ആയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല കാര്യം, ഈ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ പറയുന്നത് കേരളത്തിൽ നിന്നും ഒരു 32,000-ലധികം സ്ത്രീകളെ കടത്തുകയും വളരെ ഫോഴ്സ്ഡ് ആയിട്ട് മതപരിവർത്തനം ചെയ്യുകയും മറ്റുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊക്കെ ചിത്രീകരിച്ച് കേരള സ്റ്റോറി എന്നൊരു ടൈറ്റിലും കൂടെ കൊടുത്ത് കേരളത്തിൽ വളരെ സമാധാനത്തോടെയും മതസൗഹാർദ്ദത്തോടെയും കൂടി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കുക, ഒരു മതപരമായിട്ടുള്ള ഒരു ഭിന്നത സൃഷ്ടിക്കുക, അല്ലെങ്കിൽ മതപരമായി അവരെ തമ്മിൽ അടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താനായിട്ട് മാത്രം ചിത്രീകരിച്ചൊരു സിനിമയാണിത്. അത് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, ഇതിലൂടെ മാത്രമല്ല അവരുടെ മറ്റുള്ള പ്രവർത്തികളിലൂടെ ആണെങ്കിലും എന്തിലൂടെ അവരാണെങ്കിലും അവരുദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ജനാധിപത്യവും മതേതരത്വവും കാര്യങ്ങളെല്ലാം തുടച്ചു നീക്കി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമാണ് അവർ ഇങ്ങനെയുള്ള പ്രവർത്തികളും അങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളും കാണിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇതിനൊരു അവാർഡും കൂടെ കൊടുത്ത് ആ ഒരു സംഭവത്തിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ജൂറിയിൽ ഇരിക്കുന്ന ആളുകൾ അത്രയും ബോധമില്ലാണ്ട് അവിടെ ഇരിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അതായത് ഇന്ത്യയിൽ ഒരൊറ്റ മതം മതി, അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ ഇന്ത്യയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കണം, അവരെ അടിച്ചമർത്തണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും ഇവർ ഇങ്ങനെ ഒരു സംഭവത്തിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവർ ഇത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു സിനിമ കാണാം. അതായത് ധർമ്മസ്ഥല റേപ്പ് സ്റ്റോറി എന്ന് പറയുന്ന രീതിയിൽ അത് വേണേ അടുത്തൊരു സിനിമ അവർ ചിത്രീകരിക്കും. അപ്പൊ കുറച്ചുനാൾ കഴിയുമ്പോൾ അതിനും ഇതേപോലെ നിരവധി ആളുകളെ കൊന്നൊടുക്കി ആ ഒരു സംഭവത്തിനും ആ ഒരു റിയൽ സംഭവത്തിനും ഇങ്ങനെ സ്റ്റോറി ആക്കി അവരതിനെ പ്രൊമോട്ട് ചെയ്ത് അതിനും വേണമെങ്കിൽ ഒരു ഇതേപോലെ ഒരു അവാർഡ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. ഈ ഒരു സിനിമയുടെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ കമന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരുപാട് ആളുകൾ വന്നിട്ട് റിയൽ ഇൻസിഡൻസ് എന്നും ജയ് ശ്രീറാം എന്നൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ കമന്റ് ഇട്ടേക്കുന്ന ഒരാളും മലയാളീസ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരോ ഒന്നുമല്ല. ഇതെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ് വന്നിട്ട് കമന്റ് ഇട്ടേക്കുന്നത്. ഓക്കെ, മലയാളീസ് ആയിട്ടുള്ളവരും ഉണ്ട്, അത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒട്ടുമിക്ക കമന്റ്സുകളും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഇട്ടേക്കുന്നതാണ്. ഓക്കെ, ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോൾ അവര് എന്തോരം ടോക്സിക് ആയിട്ടും ബ്ലൈൻഡ് ആയിട്ടുമാണ് ഒരു മതത്തിനെ വിശ്വസിക്കുന്നത് എന്നുള്ളത്, അത് എന്ത് നെഗറ്റീവായിട്ട് അത് നമ്മുടെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു മതപരമായിട്ടൊരു പ്രശ്നം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഗവൺമെന്റ് വീണ്ടും അവരുടെ ഉള്ളിൽ ഒരു മതം എന്നൊരു വിഷം കുത്തിവെക്കുകയും ജനങ്ങൾക്കിടയിൽ മതം എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ട് അവർക്കിടയിൽ അത് വെച്ചിട്ടൊരു മതഭിന്നത വരുത്താനായിട്ടും കൂടെയാണ് ശ്രമിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഇങ്ങനെ ഇതുപോലെയുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന ജൂറിയിലിരിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഒരു മനുഷ്യൻ എന്നൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. യാതൊരു മതത്തിനെയും സപ്പോർട്ട് ചെയ്യാതെ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നൊരു ബോധത്തോടു കൂടി ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആരുടെയും തലയിൽ ഇങ്ങനെയുള്ള ഒരു ചിന്തകൾ വരുത്തില്ല.